ഇന്ന് നമ്മൾ ആൻഡമാനിലെ മലപ്പുറം വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. മലപ്പുറം വിശേഷങ്ങൾ പറയുമ്പോൾ ഇവിടെ മലപ്പുറത്ത് ഒരു മണ്ണാർക്കാടുണ്ട്. മണ്ണാർക്കാട് ഒരു സീനിയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുമാത്രമല്ല മലപ്പുറത്ത് ഒരു ബിലാൽ പള്ളിയുണ്ട്, ഒരു മദ്രസയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം തിരൂര്. ഈ തിരൂരിലൊരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, അതിമനോഹരമായിട്ടുള്ളൊരു പ്രൈവറ്റ് ബീച്ച്. അതുപോലെ തന്നെ നല്ല സ്വാദുള്ളൊരു ഫ്രൂട്ട് ലസ്സി നമുക്ക് ഇവിടെ കുടിക്കാം. ചിടിയ ടാപ്പുവിലെ അതിമനോഹരമായ സൂര്യാസ്തമയം. അപ്പോൾ ഇതൊക്കെ ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആൻഡമാനിൽ തന്നെയാണ്. ആൻഡമാനിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടുള്ള ഒരു ഏരിയയിൽ ഗ്രാമപ്രദേശത്തേക്ക് വന്നിരിക്കുക. നമുക്കറിയാം ഇവിടെ മണ്ണാർക്കാട്, മഞ്ചേരി, കോഴിക്കോട് ഒക്കെ ഉണ്ടല്ലോ, തിരൂരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബലിദാൻ വേദി കാണാനാണ്. ഈ ബലിദാൻ വേദി എന്നാണ് അതിൻ്റെ കറക്റ്റ് സ്ഥലം എന്ന് അറിയില്ല, നമുക്ക് ഉള്ളിൽ പോയി അറിയാം. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ജപ്പാൻ അധിനിവേശ സമയത്ത് 48 ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്ന ഒരു സ്ഥലം. അതിന് കാരണങ്ങളുണ്ട്, അതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പോകാം. ഒരു സൈഡ് ഫോറസ്റ്റാണ്, മറ്റൊരു സൈഡ് കൃഷിഭൂമിയാണ്, വീടുകളുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അതിൻ്റെ വന്ന് കുറച്ച് ഉള്ളിലേക്കാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ നല്ലൊരു ഗ്രാമത്തിനുള്ളിലാണ് ഈ ബലിദാൻ വേദി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചുറ്റും കാടാണ്, കാടിനുള്ളിലായിട്ടുള്ളൊരു സ്ഥലം. തൊട്ടപ്പുറത്ത് നമുക്ക് അറിയാം കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബലിദാൻ വേദി എന്ന് പറയുമ്പോൾ ആൻഡമാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകമാണ് ഈ ബലിദാൻ വേദി. ആൻഡമാനിലെ ജപ്പാൻ അധിനിവേശ സമയത്ത് ജപ്പാൻ്റെ ക്രൂരതയുടെ ഒരു അടയാളമാണ് ഈ ബലിദാൻ വേദി എന്ന് പറയുന്നത്. അപ്പോൾ 48 ഇന്ത്യക്കാരെ സ്വയം കുഴിമാടം ഉണ്ടാക്കി അതിന് മുന്നിലിരുത്തി വെടിവെച്ച് അതിലേക്ക് തന്നെ തള്ളിയിട്ട് മൂടി. അതിൻ്റെ ഒരു സ്മാരകമാണ് ഈ ബലിദാൻ വേദി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന ഒരു മ്യൂസിയം കാണാം. മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ആ സംരക്ഷിതമായ ആ ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം. അവിടെ ഈ 48 പേരുടെ ഇന്ത്യക്കാരുടെ പേരൊക്കെ എഴുതി വെച്ച ഒരു സ്തൂപമൊക്കെ ഉണ്ട്. അപ്പോൾ ആൻഡമാനിൽ വരുന്നവർ എന്തായാലും കാണേണ്ട ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ ബലിദാൻ വേദി. അപ്പോൾ നമ്മൾ ഈ ബലിദാൻ വേദിയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലോട്ടാണ്. നമ്മുടെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലപ്പുറം. അപ്പോൾ മലപ്പുറത്ത് ഇവിടെ ഒരു മണ്ണാർക്കാടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് മണ്ണാർക്കാട്ടേക്കാണ്. അപ്പോൾ മണ്ണാർക്കാട് ഒരുപാട് സംഭവങ്ങൾ, പഞ്ചായത്ത് ഓഫീസ്, അത് ഇതെന്നൊക്കെ നമ്മൾ കണ്ടു. ഒരു ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൻ്റെ ഒരു ബോർഡ് കണ്ടു, മണ്ണാർക്കാട് ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടത് ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ മണ്ണാർക്കാട്. അത് നല്ലൊരു വലിയൊരു സ്കൂളാട്ടോ. അതായത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കൂൾ, മണ്ണാർക്കാട് ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ. അത് കഴിഞ്ഞ് നമ്മളൊരു മണ്ണാർക്കാട് മദ്രസ കണ്ടു, ഫക്രുർ ഇസ്ലാം മദ്രസ മണ്ണാർക്കാട്. അത് മണ്ണാർക്കാടിലെ ഒരു രസകരമായൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഈ മണ്ണാർക്കാടിനെ തൊട്ടടുത്താണ് മലപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലം. ഈ മലപ്പുറത്ത് ഒരു ആദ്യം കണ്ടത് നമ്മളൊരു തട്ടുകടയാണ്. മലപ്പുറത്തുള്ളൊരു തട്ടുകട, ഒരു ഹോട്ടൽ. അത് ഭയങ്കര രസകരമായി തോന്നി. കാരണം എന്താ വെച്ചാൽ ആൻഡമാനിലെത്തി നമ്മൾ മലപ്പുറം മണ്ണാർക്കാടൊക്കെ കാണുമ്പോൾ. അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ബിലാൽ പള്ളി, അത് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയുടെ ഒരു ഷേപ്പ് തന്നെയാണ്, ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 921 നാട് കടത്തപ്പെട്ട മലബാറിൽ നിന്നുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവരൊക്കെ ആയിരിക്കാം ഈ മലപ്പുറം, വണ്ടൂർ എന്നൊക്കെ പേരൊക്കെ ഇട്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മണ്ണാർക്കാട് മലപ്പുറമാണ്. അത് കഴിഞ്ഞ് ഈ മണ്ണാർക്കാടും മലപ്പുറമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു അബർദീൻ ബസാർ എന്ന് പറഞ്ഞാൽ തിരക്കേറിയ ഒരു ബസാറിലേക്കാണ്. ഇവിടെയാണ് ആൻഡമാനിൽ ഒരുപാട് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ബസാറാണ് അബർദീൻ ബസാർ. അവിടെ ഒരു മെജസ്റ്റിക് കൂൾ ബാർ ഉണ്ട്. അവിടെ നല്ല ഫ്രൂട്ട് ലസ്സി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രൂട്ട് ലസ്സി കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ ചെന്നു, അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് ലസ്സിയൊക്കെ ഓർഡർ ചെയ്തു. ലസ്സി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഫ്രൂട്ട് ലസ്സി കുറച്ച് സ്വീറ്റായിട്ട്, എന്താ പറയുക, ഫ്രൂട്ടൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെ ആൻഡമാനിലൊരു സ്പെഷ്യൽ സാധനമാണെന്നാണ് പറഞ്ഞ്. സത്യത്തിൽ നമ്മൾ നാട്ടിലൊന്നും ഇത് കിട്ടിയിട്ടില്ല, ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളത് ആൻഡമാനിലാണ് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട് ലസ്സി. വളരെ ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഫ്രൂട്ട് ലസ്സി കഴിച്ചു. പിന്നെ ഈ അബർദീൻ ബസാറിൽ ഒരു മാരിയമ്മൻ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു തമിഴ് ശൈലിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഒരു തമിഴ് ശൈലിയിലാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ. ഈ ബസാർ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള ഒരു ചെറിയ പട്ടണം, നമ്മൾ കോഴിക്കോട് അങ്ങാടിയിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു അങ്ങാടിയുടെ ഒരു ശൈലി തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തിരൂരിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തിരൂർ എന്നുള്ള ഒരു സൈൻ ബോർഡൊക്കെ കണ്ടു. തിരൂർ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം അല്ലേ, നമ്മുടെ നാട്ടിലെ ആ ഒരു പേര് കാണുമ്പോൾ. അങ്ങനെ ആ തിരൂരിലേക്ക് ആ പോകുന്ന വഴി അതിമനോഹരമായിരുന്നു. കാരണം നിലങ്ങളായിരുന്നു. അവിടേക്ക് സുനാമി കാലത്ത്, അത് കഴിഞ്ഞ സുനാമി കാലത്ത് വെള്ളം കയറി ആ വെള്ളം ഇറങ്ങാതെ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. പക്ഷേ കാറ്റാടി മരങ്ങളൊക്കെ ആയി ആ ഭാഗം അതിമനോഹരമാണ്. അവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഒരു പുഴ പോലെ. പുഴ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ പുഴയല്ല, കടലാണ്. കടൽ കയറി കിടക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ എന്നാലും ആ ഒരു വെള്ളം അവിടെ മാത്രം, ആ ഒരു ഏരിയയിൽ മാത്രമാണ് വെള്ളം ഇറങ്ങാതിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അവിടെ ഒരാൾ മീൻ പിടിക്കാതിരിക്കുന്നുണ്ട്, ചൂണ്ടയൊക്കെ ഇട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ ചൂണ്ടയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അയാളോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ തപ്പിത്തടഞ്ഞ് ഹിന്ദിയിലൊക്കെ സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങോട്ട് മലയാളം പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായിട്ട് ഇവിടെ ആൻഡമാനിൽ വന്നവരാണ്.
അദ്ദേഹവും ഇപ്പോൾ ഇവിടെ തന്നെ ജീവിച്ചു പോകുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണെങ്കിലും മലയാളികളെ കണ്ട അവർ മലയാളം പറയും. അപ്പോൾ നമ്മുടെ തപ്പൽ കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം നമ്മളോട് മലയാളം പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അദ്ദേഹത്തിന് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ട് നമ്മൾ നേരെ തിരൂരിനടുത്തുള്ള ഒരു പ്രൈവറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു കഴുങ്ങും തോട്ടത്തിനിടയിലൂടെയാണ് നമ്മുടെ യാത്ര. അത് കഴുങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നുമല്ല, അത്ര കഴുങ്ങാണ് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വലിയൊരു തെങ്ങിൻ തോപ്പിന് നടുവിലെത്തി. ഈ തെങ്ങിൻ തോപ്പിനോട് ചേർന്നാണ് ഇവിടുത്തെ ബീച്ച്. ഈ ബീച്ചിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കുർമാഡയറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ഒരു ബീച്ച്. തിരൂരിൽ നിന്ന് അധിക ദൂരമില്ല, തൊട്ടടുത്താണ് ഈ ഒരു പ്രൈവറ്റ് ബീച്ച്. ഇത് മലബാറിലുള്ള ഒരു പറ്റം ആളുകളുടെയാണ്. 13 ആളോ അങ്ങോട്ട് ചേർന്നുള്ള അവരുടെയാണ് ഈ ഒരു ബീച്ച്. ഏകദേശം 360 ഏക്കർ സ്ഥലമുണ്ട്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ റിസോർട്ടുണ്ട്, നല്ല നല്ല ഹട്ടുകളുണ്ട്. പിന്നെ അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കിയാൽ നേരെ കാണുന്ന ആ ഒരു ബീച്ച്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു സൈൻ ബോർഡ് ആദ്യം കാണും, ഇവിടെ മുതലയുണ്ട് സൂക്ഷിക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഭയം ഉള്ളിൽ വരും. എന്നാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അതിമനോഹരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആൻഡമാനിലെ കടലെന്ന് പറയുന്നത് തന്നെ നീല ജലാശയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയുണ്ട്, ഒന്നും പറയാനില്ല. എന്താ പറയുക, അടിപൊളി. അങ്ങനെ നമ്മൾ ആ ബീച്ചിലേക്ക് ഇറങ്ങി അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. അപ്പുറത്തെ ഒരു പാറക്കൂട്ടങ്ങളുണ്ട്. അതിമനോഹരം എന്ന് തന്നെ പറയാം ഈ കുർമാഡയറ ബീച്ചും റിസോർട്ടും. അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, അതുവഴി ആൻഡമാനിലേക്ക് വരുന്നവരുടെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യാം. മലയാളികളാട്ടോ നടത്തുന്നത്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ ആ റിസോർട്ടിലൊക്കെ പോയി അവിടുത്തെ ഓണേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. തെങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം. ഒരു വലിയൊരു തെങ്ങിൻ തോപ്പിന് നടുവിലാണ് ഈ ഒരു റിസോർട്ടും തൊട്ടപ്പുറത്തൊരു ബീച്ചും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മനോഹരമായൊരു ആൻഡമാനിലെ സൂര്യാസ്തമയം കാണാൻ പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര കണ്ടത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ശബരിമല തിരുവാഭരണ ഘോഷയാത്രയുടെ ചെറിയൊരു മിനിയേച്ചർ അവരവിടെ നടത്തുന്നുണ്ട്. അത് കണ്ട് നമ്മൾ നേരെ ചിഡിയ ടാപ്പു എന്ന് പറഞ്ഞാൽ പ്രശസ്തമായൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതൊരു കാടാണ്, തനി കാടാണ്. ആ കാട്ടിലൂടെ വേണം പോകാൻ. പിന്നെ നല്ല തിരക്കാണ്, നമുക്കറിയാം ട്രാഫിക് നല്ലുള്ളൊരു സ്ഥലം. അവിടെ എത്തി, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ എത്തി ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരു സന്ധ്യാസമയത്ത് ഒരു മനോഹാരിത എന്ന് പറയുന്ന ഇത്ര മനോഹരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അടിപൊളി സ്ഥലമാണ് ചിഡിയ ടാപ്പുവിലെ ഈ ഒരു അസ്തമയം കാണാമെന്ന് പറഞ്ഞത്. നമ്മൾ ചിഡിയ ടാപ്പു പോയി, ഒരുപാട് കപ്പിൾസ് അവിടെ ഉണ്ട്, ഫാമിലീസ് ഉണ്ട്. അസ്തമയം കാണാൻ വേണ്ടി വന്നതാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അതിഗംഭീരമായൊരു സ്ഥലം. അങ്ങനെ നമ്മൾ ചിഡിയ ടാപ്പുവിലെ ആ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളാണ്. ഇവിടെയൊക്കെ ഓരോ ബീച്ച് സൈഡിലും നമ്മൾ ഒരുപാട് വലിയ വലിയ ഉയരമുള്ള മരങ്ങളാണ് കാണുക. മരങ്ങളുടെ മുകളിലൊക്കെ പലതരം പക്ഷികളെയും കാണാം. അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. കാരണം ബീച്ച് സൈഡിലൊക്കെ ഇത്രയും വലിയ മരങ്ങൾ. കാരണം എന്താ വെച്ചാൽ എല്ലാം ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിനോട് ചേർന്നാണ് ഈ ബീച്ചുകളൊക്കെ. അതായിരിക്കും ഒരു കാരണം. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായൊരു ബീച്ചായിട്ട് തോന്നി ചിഡിയ ടാപ്പു. അവിടെ അല്പസമയം നമ്മളവിടെ ചിലവഴിച്ച് അതിനോട് തൊട്ട് ചേർന്നുള്ളൊരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഒരു മലയാളിയുടെ പേര്, അതായത് നമ്മുടെ ആൻഡമാൻ്റെ ഗവർണറായിരുന്ന വക്കം പുരുഷോത്തമൻ്റെ പേരിൽ ഒരു ശിലാഫലകം കണ്ടു. അദ്ദേഹമാണ് ഈ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റ് ഹൗസിൽ പോയി. ആ റെസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോഴും ഈ ഒരു കടൽ അതിമനോഹരമാണ് സന്ധ്യാസമയത്ത്. പിന്നെ ഇവിടുത്തെ സന്ധ്യ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 5-5:15 ആകുമ്പോഴേക്കും, ഈവനിങ് ആകുമ്പോഴേക്കും അസ്തമയമാണ്. കാലത്ത് ഒരു 5:30 ആകുമ്പോഴേക്കും നേരം വെളുക്കുകയും ചെയ്യും. അതായത് അത്രയും ഡിഫറൻസ് ഉണ്ട് ശരിക്കും ടൈം സോണിൽ. പക്ഷേ ടൈം സോൺ അവിടെ പ്രാബല്യത്തിൽ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യൻ സമയം തന്നെ. പക്ഷേ അവിടുത്തെ ജീവിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ടൈം സോൺ ഒരു 5-5:15 ആകുമ്പോൾ ഇരുട്ടാവും. അത് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് തന്നെ വെളിച്ചം വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആൻഡമാനിൽ. അങ്ങനെ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിൽ നിന്ന് അവർ നമുക്ക് ചായ പക്കോടയൊക്കെ തന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. അപ്പോൾ ആൻഡമാനിൽ നമ്മളിന്ന് കണ്ടത് മലപ്പുറം വിശേഷങ്ങളാണ്. മലപ്പുറം, മണ്ണാർക്കാട്, തിരൂരൊക്കെ കണ്ടു. അപ്പോൾ ആൻഡമാനിലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.